ഗുഡ് മോർണിംഗ്. പിന്നെ അമ്മയ്ക്ക് ഞാൻ ടിപ്സ് തരാം കേട്ടോ. കേട്ടോ അമ്മ. അമ്മ ഈ മൂക്കില്ലേ, മൂക്ക് ഈ വീഡിയോ തുടങ്ങുന്നേക്കാളും മുമ്പ് നന്നായിട്ട് നുള്ളുക മൂക്കിലേക്ക്. അപ്പോൾ നല്ല ചുവന്ന നിറാവും. മൂക്ക് മാത്രമല്ല, കവിടും മൂക്കും കണ്ണുമൊക്കെ. അപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടി ഉണ്ടാവും വീഡിയോയിൽ കാണാൻ. പിന്നെ ഒരു കാര്യമില്ല, എന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്ലൈമറ്റ് മൊത്തം ഡാർക്ക് ആയതുകൊണ്ടാണ് അമ്മ ഇരുണ്ട് കാണുന്നത്. മനസ്സിലായി? അത് എൻ്റെ കുറ്റമല്ല. അമ്മ എന്താ പറഞ്ഞത്, ഞാൻ ഉള്ളത്രയും കൂടി നിറം കാണില്ലടാ മോനെ. എന്ത് വീഡിയോഗ്രാഫറാണ് നീ പറഞ്ഞത്? ക്യാമറാമാൻ ആടത്ര ശരിയല്ല. ഇവൻ എന്നെ ഭംഗിയില്ലാണ്ട് പിടിക്കാൻ എന്തോ ഒരു ട്രിക്സ് ഉപയോഗിക്കേണ്ടതല്ല അമ്മ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഭംഗിയായിട്ട് കാണാനുള്ള ട്രിക്സാണ് പറഞ്ഞു തന്നത്. ആ മൂക്കിൻ്റെ തുമ്പൊന്ന് പിടിച്ചാൽ നന്നായിട്ടൊന്ന് ഞരണ്ടുക, അല്ലെങ്കിൽ ഒന്ന് ഞെക്കുക. അപ്പോൾ ചൊക്കാന്നാവും. അപ്പോൾ ചേച്ചി എന്തോരം ചുവന്നിട്ടായല്ലോ ചേച്ചി, ഒരു സത്യം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്രായത്തൊക്കെ എത്ര മതിയല്ലമ്മ? അല്ല ശരി. അല്ല പിന്നെ അതെ, വഴുതനങ്ങി വൻപയറും കൂടി ഞാനൊരു മെഴുക്ക് വരട്ടുണ്ടാക്കുക. ചിലപ്പോൾ കണ്ടിട്ടുണ്ട് വൻപയറ് പറഞ്ഞ വൻപയറും വഴുതനങ്ങയും കൂടിയിട്ട് മെഴുക്ക് വരട്ടി അങ്ങനെ കൂടുതൽ ഇവിടെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വഴുതനങ്ങയൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അല്ല അമ്മ വൃത്തിയുടെ കാര്യത്തിൽ ക്ലീൻ ആണെന്ന് എനിക്കറിയാം. വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ അതിന് കുറച്ച് സാധനങ്ങൾ വേണ്ടു. ഇതാ കാന്താരി മുളകും വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചത്, കറിവേപ്പില, കുറച്ച് ചതച്ച മുളക്, കടുക്, ജീരകം, മഞ്ഞൾ. ഇന്ന് പാവപ്പെട്ടന്റെ പാചകമാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒന്നുമില്ല, തന്നെ ഉള്ളു. കൂടുതൽ ഞങ്ങൾക്കല്ല, അല്ല ഇപ്പൊ ഞാൻ വെറുതെ അങ്ങനെ പറയേ. അപ്പൊ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ആര് പറയും തരും മഹാഭാവം? മഹാഭാവം അവിടെ കിട്ടുക. ഇതൊക്കെ എന്താ കടയിൽ കിട്ടുന്ന സാധനം? നമ്മ കിട്ടുന്ന പറയുമ്പോൾ കപ്പ അങ്ങോട്ട് കിട്ടാൻ. പിന്നെ അത്ര മതി. എണ്ണ ചൂടാവട്ടെ, നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഓ കൊറേ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. ആകെ ഒരു 3 ഐറ്റം അവിടെ വെച്ചിട്ടുണ്ട്. ഓരോന്ന് ഇട്ട് തരാന്ന്. അല്ലമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമുക്കൊരു വീട്ടിൽ തനിയെ ഒരു ഏതെങ്കിലും വീട്ടമ്മ തനിച്ച് വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന കുട്ടി തനിച്ച് വീട്ടിലിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ കൂട്ടാനൊന്നും കൂട്ടാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പേരി കൂട്ടിയിട്ട് ചോറുണ്ടാൻ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമല്ലേ? അതിനൊരിക്കലും വില കുറച്ച് കാണരുത്. എല്ലാത്തിനും അതിൻ്റെതായ അല്ല ഒന്നിനും നമ്മൾ വില കുറച്ച് കാണരുത്. നല്ല വിശപ്പ് വരുമ്പോൾ ആഹാരം തരാൻ ആളില്ലാണ്ടായി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ വില മനസ്സിലാവും. അമ്മേന്റെ പറഞ്ഞ കടുകിടലൊന്നും കാണിക്കരുത് എന്നതല്ല. പിന്നെ കുറച്ച് നല്ല ജീരകം. അപ്പൊ ശ്രദ്ധിക്കണം, അത് കാണിക്കാൻ പാടില്ല. നല്ല ജീരകവും കടുകും നിറഞ്ഞു വായിക്കോ, കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നമുക്ക് വഴുതനങ്ങ ഒഴിച്ചിട്ട്. മനസ്സിലായില്ലേ? എന്ത് ചെറുതാണെങ്കിലും പാചകത്തിൻ്റെ വിലയുണ്ട്. ഒന്നിന് നമ്മൾ വില കുറച്ച് കാണരുത്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ വഴുതനങ്ങയിൽ ഒപ്പം തന്നെ ഉപ്പിടുക നല്ലത്. ഞാൻ പയറിൽ കുറച്ച് ഉപ്പ് ഇട്ടത് വരണം. വഴുതനങ്ങയ്ക്ക് ഒരിച്ചിരി അതിന് എത്ര വേണം അത്ര ഉപ്പാകുന്നത്. അച്ഛൻ എന്ത് ഭക്ഷണം കൊടുത്താലും വലിയ അഭിപ്രായമൊന്നും പറയില്ല. ഇന്നാളെ അച്ഛൻ അവിടെ പോയിട്ട് വരുമ്പോൾ ഹോട്ടലിൽ മൂപ്പരങ്ങനെ ഭക്ഷണം കൂടുതൽ കഴിക്കില്ലല്ലോ. അപ്പം ചായ, വട, ജ്യൂസ് വന്നിട്ട് കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കാണിക്കുന്ന പോലെ അമ്മ കണ്ടില്ലേ? അതെന്താണ്? അപ്പോഴാണ് അച്ഛന് മനസ്സിലായത്. എന്നിട്ട് അച്ഛനെന്ന് പറയുന്നുണ്ട് അമ്പൂൻ്റെ വില എന്ന് മനസ്സിലായത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഓരോ സ്ഥലത്തേക്ക് അയച്ചാൽ ഏതാണ്ട് ദിവസങ്ങളിലൊക്കെ അച്ഛൻ്റെ വില മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഭക്ഷണത്തിന് ഒന്നിന് ഞാൻ വില കുറച്ച് കാണാറൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഭക്ഷണത്തിന് ഇഷ്ടപ്പെടും, കഴിക്കുന്നവരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വെന്തോ? അമ്മയല്ലേ പറഞ്ഞു ഇതാ പറയുമ്പോഴേക്കും വേവും. 5 മിനിറ്റ് ഞാൻ പോയിട്ട് കടന്നുറങ്ങിയിട്ട് വന്ന് ഇതാന്ന് പറഞ്ഞാൽ മതിയോ? ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. പോയി കുറെ ആൾക്കാർ കൂടിയ സ്ഥലത്താവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലാവട്ടെ, അല്ലെങ്കിൽ 4 ഫ്രണ്ട്സൊക്കെ കൂടിയിരിക്കുന്ന ഒരു സദസ്സിലോ എവിടെയെങ്കിലോ പോയിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു അവഗണന തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ
പെട്ടെന്നൊന്ന് പ്രതികരിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ തോന്നും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ മൗനമായി അവിടുന്ന് തരണം. ആ മൗനത്തിന് ഈ നമ്മൾ പറയുന്ന വാക്കുകളെക്കാൾ വിലയുണ്ടാവും. എന്തിനാന്ന് പറയട്ടെ, അത് ഞാൻ പറയാം. ദേഷ്യം വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. ദേഷ്യത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ പറഞ്ഞു പോകും. ആ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല പിന്നീട്, അല്ലേ? അത് വാക്കുകൾക്ക് എന്താ പറയുക, കത്തിയേക്കാൾ മൂർച്ചയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു മുറിവുണ്ടായ അത് അതിന്റെ വേദന ഉണങ്ങുമ്പോൾ മാറും. പക്ഷെ വാക്കുകളുണ്ടായ മുറിവിന് ഒരിക്കലും ഉണങ്ങാതെ അങ്ങനെ പകയായി 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 തീയായി. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മൗനമായിട്ട് നമ്മൾ ഒഴിവാക്കുക. ഒഴിവാക്കി കഴിഞ്ഞാൽ ആ വാക്കുകൾ നമുക്ക് പറയാണ്ട് കഴിഞ്ഞില്ലേ. ഈ പയർ വെന്തതാണ് എടുക്കാം. വെന്ത പയറാണ് അല്ലെ? വേവിച്ച പയറാണ്. വെന്തത് വേവിച്ചതെന്നൊക്കെ പറഞ്ഞ ഒന്നല്ല. നീ ഒരുപാട് മലയാളം ഭാഷാവല്ലേ? അല്ല, ഞാൻ അതന്നെ പറഞ്ഞത്, വെന്തതാണ് വേവിച്ചതാണ്. നീ എന്നെക്കാളും വലിയ മലയാള ഭാഷ ഉണ്ടാവില്ല. അമ്മ മലയാളം കണ്ടതിന് ശേഷമാണ് ഞാൻ മലയാളം കണ്ടത്. ഈ ചച്ച ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തട്ടിപ്പൊട്ടി വെക്കാം. അപ്പൊ ഇതിന്റെ ആവി കൊണ്ടിട്ട് ഇതിന്റെ പച്ചമുളകൊക്കെ പോകും. ഇതെന്താ അറിയോ? കാന്താരി മുളകും വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ടുണ്ട്. ഒരുപാട് വലിയതല്ല, ചെറുതാണ്. 4 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ചെറുതുള്ളി. കാന്താരി മുളക് കൂടി എരിവിന് പാകത്തിനാണ് അത്ര എടുത്തിട്ടുള്ളൂ. കാന്താരി മുളക് എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. ഇതൊന്നും നമുക്ക് അടച്ചെടുക്കും. അപ്പോൾ അമ്മ പറഞ്ഞു വന്നത് വാക്കുകൾക്ക് കത്തികളെക്കാട്ടിലും മൂർച്ചയുണ്ട്. നമ്മൾക്കൊരു മുറിവ് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉണങ്ങും. നമ്മൾ മരുന്ന് പുരട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഉണക്കാം. വാക്കുകൾ ഉണ്ടായ മുറിവ്, ആ മനസ്സ് ആരെയാണോ നമ്മൾ പറഞ്ഞത്, ആ മനസ്സിൽ ആ മുറിവ് ഉണങ്ങില്ല. അപ്പം നമുക്കവിടെ വിഷമമായെങ്കിൽ നമ്മളവിടെ നിന്ന് ഒഴിഞ്ഞു വരാം. മൗനം അത് വളരെ നല്ലതാണ് ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ തീർന്നു. പക്ഷെ ഒന്നുണ്ട്, മൗനത്തിന് വാക്കുകളെക്കാളും ശക്തിയുണ്ട്. നമ്മൾ ചില സമയത്ത് മൗനം പറയുമ്പോൾ ആദ്യം ചിന്തിക്കും പ്രതികരിക്കാൻ അറിയാണ്ടാണെന്ന്. പിന്നെ നമ്മൾ ഈ മൗനം ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ വിചാരിക്കും, ഈ വ്യക്തിയോട് ഒരു മൗനം നമ്മൾ എന്നും പാലിക്കുമ്പോൾ വിചാരിക്കും എന്തോ ഉണ്ട് നമ്മൾ അന്വേഷണത്തിൻ്റെ പുറത്തായിരിക്കും ആൾക്കാർ. അപ്പോൾ യഥാർത്ഥത്തിൽ മൗനത്തിന് സംസാരത്തിനെക്കാളും ശക്തിയില്ല. എന്ന് വെച്ചിട്ട് എന്നെ ഓമയായിട്ടിരിക്കാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല കേട്ടോ, അത് നടക്കാത്ത കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പൊ കണ്ടില്ല, അതുപോലെ വാക്കുകൾ നമ്മൾ വളരെ ഉയർച്ചയിലെത്തുമ്പോൾ നമ്മളെ പുകഴ്ത്തും, അതും വാക്കുകളാണ്. അതുപോലെ ആ ഉയർച്ച കണ്ട് അസൂയപ്പെട്ടിട്ട് കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ കുറ്റപ്പെടുത്താനുള്ള വാക്കുകൾ അതും വാക്കുകളാണ്. അതേപോലെ നമ്മൾ നല്ലത് പറയും, അല്ലേ? നന്മകൾ പറയും, അതും വാക്കുകളാണ്. പക്ഷെ വാക്കുകൾക്ക് അങ്ങനെ ഒരുപാട് ശക്തിയുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ അതുപോലെ ഉപയോഗിച്ചാൽ മാത്രം. യഥാർത്ഥത്തിൽ മിത്രനും ശത്രുവും 2 വാക്കുകളാണ്. ഒരുപാട് ഉയർച്ചകളിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളെ പുകഴ്ത്തി പറയണതും വാക്കുകളാണ്. ഒരുപാട് താഴ്ചകളിൽ എത്തുമ്പോൾ നമ്മളെ പുച്ഛിച്ച് പറയണതും വാക്കുകളാണ്. നമ്മളെ പ്രശംസിക്കുന്ന വാക്കുകൾ തന്നെ നാളെ നമ്മളെ പുച്ഛിച്ചു എന്ന് വരും. വാക്കുകളാണ് മനുഷ്യനെ ശത്രുക്കളാക്കുന്നത്. വാക്കുകൾ കൊണ്ടാണ് മനുഷ്യർ മിത്രങ്ങളാവുന്നത്. വാക്കുകൾ കൊണ്ടാണ് ഹൃദയത്തിൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്. വാക്കുകൊണ്ടാണ് നമ്മുടെ സങ്കടത്തെ പ്രകടിപ്പിക്കുന്നത്. വാക്ക് ഒരു വലിയൊരു ആയുധമാണ്. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച ഇതിനേലെ നല്ലൊരായുധം ലോകത്തില്ല. പേനയും കൊണ്ട് എഴുതാത്തൊരു സമയം പിടിക്കും. അതിന് പേന എടുക്കണം. പേന എടുത്ത് പേപ്പർ എടുത്ത് എഴുതി പിടിപ്പിച്ച് മൊബൈൽ എടുത്ത് അതിൽ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് അങ്ങനെ പല അഭ്യാസങ്ങൾ കളിക്കുന്നതിനെക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ദൈവം തന്നൊരു കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടർ ചാറ്റിംഗ് ആണ് നമ്മുടെ നാക്കെന്നുള്ളത്. ഈ നാക്കെന്ന് പറയുന്ന സാധനത്തിലാണ് പെട്ടെന്ന് എല്ലാം സംഭവിക്കുക. പക്ഷെ നാക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും മുമ്പ് ഒന്ന് ബ്രെയിൻ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തിനാണ് നാക്ക് നിനക്ക് തന്നതെന്ന് നാട്ടുകാർ പറയാം. തോന്നിപ്പോയില്ലേ? നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് നാക്ക് പഠിച്ചാൽ മാത്രം പോരാ, നാക്ക് വൃത്തിയാക്കി വെക്കണം. നാക്കിൻ്റെ വൃത്തികേട് എന്ന് പറയുന്നത് നാക്കിൽ നിന്ന് വരുന്ന സംസാരങ്ങളാണ്. ആ സംസാരത്തിന് വൃത്തികേട് വന്നു കഴിഞ്ഞാൽ പുതു ശത്രുക്കൾ ഏതെങ്കിലും ഒരു സീസണിൽ കൂൺ മുളയ്ക്കില്ലേ, കൂന് അതുപോലെ മുളച്ചുകൊണ്ടേ ഉണ്ടാവും. വാക്കുകൾ നിയന്ത്രിച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു തോട്ടത്തിൽ പോയിട്ട് പൂ മുട്ടിട്ട് വിരിയും പോലെ ഉണ്ടാവും അല്ലേ? അല്ലമ്മ, ഞാൻ നല്ലൊരു ലിസണറാണ്, മനസ്സിലായില്ലേ? നല്ലൊരു കേൾവിക്കാരനാണ്. അപ്പോൾ ഒരാൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇൻട്രോഡ് കഴിയുമ്പോഴേക്കും ക്ലൈമാക്സ് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതിനിപ്പോൾ നമ്മുടെ ഒരുപാട് എന്താ പറയുക ദൃശ്യം പോലത്തെ സിനിമയൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അല്ലാത്തൊക്കെ നമുക്കൊന്ന് ഊഹിക്കില്ല ഇത് ഇങ്ങനെ ആയിരിക്കും എൻ്റെ അവസാനം എന്ന്. അതുപോലെ അമ്മ പറയുമ്പോൾ തന്നെ മനസ്സിലായി വാക്കുകളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തും ആയുധവും. നമ്മുടെ സംഹാരം ചെയ്യണതും എല്ലാം വാക്കാണ്.
അല്ലേ? ആ പിന്നെ വേറൊരു കാര്യമുണ്ട്, വാക്കുകൾ കൊണ്ട് തന്നെയാണ് അതും ഉണ്ടാവുക. നമ്മൾ ആരോടൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറിവ്, നമ്മുടെ മനസ്സിൽ ഒരുപാട് തകർച്ച ഉണ്ടായി, മുറിവ് പറ്റി, നമുക്ക് തോന്നും ദൈവമേ നമുക്കിത് ആരോടെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ ഒരു സമാധാനം കിട്ടും പറഞ്ഞിട്ട് എല്ലാവരോടും പോയി ഞങ്ങൾ പറയാൻ നിൽക്കരുത്. അങ്ങനെയുണ്ട്. എന്തിനറിയോ, അങ്ങനെ നമ്മൾ എല്ലാവരോടും പോയി അത് പറയാൻ നിന്നാലേ ചിലപ്പോൾ നമ്മൾ പരിഹാസപാത്രമാവും. കാരണം നമുക്കറിയില്ല, നമ്മൾ പറയണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ അറിയോ, നമ്മുടെ ആ ദുഃഖങ്ങളില്ല അതിൽ നിന്നോട് നമുക്ക് ഒരുപാട് മനസ്സ് വേദനിക്കുമ്പോൾ വരുന്നൊരു കണ്ണീരുണ്ട്, നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണിനൊഴുകുന്നതാണ്. അത് സന്തോഷത്തിലുണ്ട്, പക്ഷെ ദുഃഖത്തിൽ വരുന്നൊരു കണ്ണീരുണ്ട്. ആ കണ്ണീരിന് ഒരുപാട് വിലയുണ്ട്. അപ്പോൾ ആ കണ്ണീര് കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ യാതൊന്നും പറയരുത്. അത് സമർപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ, സർവശക്തനായ ഭഗവാൻ. ആ സർവശക്തനായ ഭഗവാനോട് നമ്മൾ ആ കണ്ണീരോടെ പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലെ വേദനകളും മുറിവുകളും ഉണങ്ങാത്ത വേദന, മുറിവുണങ്ങാത്ത വേദന എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരുപാട് മുറിവേൽപ്പിച്ച ആ വേദനകളെ നമ്മൾ ആ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ മാത്രമേ നമുക്ക് അതിന് പരിഹാരം കാണാൻ പറ്റൂ. അത് ശരിയാണ്. കാരണം എന്താ അറിയോ, മനുഷ്യർ ചിലപ്പോൾ കണ്ടുവെന്ന് വരും, അത് താത്കാലികമാണ്. ദൈവം കണ്ടാൽ അതെന്നും ശാശ്വതമാണ്. അപ്പോൾ എന്താ പറയുക, മനസ്സ് തകർന്ന ശേഷമുള്ള കണ്ണീരുണ്ടല്ലോ, അതിന് ഒരുപാട് വിലയുണ്ട്. അത് എല്ലാവരോടും പ്രകടിപ്പിക്കാൻ പാടില്ല. പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥനാ രൂപത്തിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സർവേശ്വരൻ കണ്ണീരോടെ കൂടി, മനസ്സ് തകർന്ന കണ്ണീരോടെ കൂടി എൻ്റെ ഈ ഒരു ഗതിക്ക് ആരില്ലല്ലോ രക്ഷിക്കാന്ന് പറഞ്ഞ ആ വലിയൊരു സങ്കടം ഉണ്ടല്ലോ, ആ സങ്കടത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമ്പോൾ ലോകത്ത് ഒരു വഴിപാടിനും ദൈവം അനുഗ്രഹിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഇപ്പൊ നമ്മൾ തന്നെ ഒരാളുടെ വിഷമം നമുക്ക് മനസ്സിലായി എന്ന് വെച്ചോ, ഇപ്പൊ ഞാൻ തന്നെ എന്റെ അടുത്ത ആരെങ്കിലും ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, എന്റെ വിഷമം എന്തെങ്കിലും അമ്മ മനസ്സിലാക്കിയെന്ന് വെച്ചോ, ഇത്തിരി നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അവരുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അവര് പറയാണ്ട് തന്നെ നമ്മൾ ആ വിഷമങ്ങൾ മനസ്സിലാക്കി അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. ആ ശ്രമിക്കണ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവില്ല. അവര് പറയാതെ തന്നെ അവർക്ക് ഇന്ന വിഷമമുണ്ട്. അമ്മ ഈ മനസ്സിലാക്കുന്ന രീതി, ഒരു മിനിറ്റ് ഞാൻ മറന്നു പോകും, അമ്മ കൈ കൊണ്ട് ഇങ്ങനെ വലിക്കില്ല, മനസ്സിലാക്കുന്ന തട്ടിപ്പറക്കുകയാണോ? പറയും. അപ്പൊ ആ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിനക്കൊരു വിഷമമുണ്ട്, അപ്പൊ ഞാനത് നിന്നെ അത്രത്തോളം ഞാൻ ഉൾക്കൊണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് പറയാറില്ല. അമ്മ എന്താ മനസ്സിലാക്കാത്തെന്ന്? മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി, മനസ്സിലായി. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്നിൽ കഴിയുന്നത് എല്ലാത്തിനും പരിഹാരം നൽകാൻ ചിലപ്പോൾ എനിക്ക് കഴിയില്ലായിരിക്കും, പക്ഷെ എന്നാലും എന്നിൽ കഴിയുന്നത് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ എനിക്ക് പറ്റും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഉദാഹരണം ഇപ്പൊ ഞാൻ നിന്നെ എന്നെ പറഞ്ഞു, പക്ഷെ അതല്ല, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ എന്ത് സങ്കടങ്ങളും നമുക്ക് അവരോട് പറയാം. അതിനൊരു പരിഹാരം അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശ്വാസ വാക്കോ സാന്ത്വനോ എന്തെങ്കിലും കിട്ടും. അങ്ങനെ നമുക്ക് പറയാം. അതല്ലാതെ അങ്ങനെ ഒരാൾ നമുക്ക് ഇല്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ മുമ്പിലാണ് നമുക്ക് ആ എന്താ പറയുക, ആ വിലപ്പെട്ട കണ്ണീര് കൊണ്ട് പുഷ്പാർച്ചന നടത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നടത്തിയ ദൈവം ആ ഭഗവാനോട് പ്രാർത്ഥിച്ച ഉറപ്പായിട്ടും ശാശ്വതമായ ഒരു പരിഹാരം കിട്ടി. പിന്നെ ഒന്നുണ്ട്, ജീവിതത്തിൽ അപൂർവം ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, നമ്മളെ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കുന്ന ആൾക്കാർ. അതൊക്കെ ഭാഗ്യം ചെയ്തവർക്ക് മാത്രം കിട്ടുന്നവരാണ്. അവരോടാണ് നമ്മുടെ എന്നും. അപ്പോൾ ഇതിന് ഒരു കുറച്ച് അധികം വേണ്ട, കുറച്ച് ചതച്ചമുളക് ഇട്ടാ, കുറച്ച് ചതച്ചമുളക് ഇട്ട് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് ഇതൊന്ന് ഇളക്കി. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചിലരുണ്ടാവും, ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ വിശ്വസിക്കാൻ കഴിവുള്ള ഭാഗ്യം ചെയ്ത മനുഷ്യർ എന്ന് വെച്ചാൽ അവരൊക്കെ ഭാഗ്യം ചെയ്ത മനുഷ്യരെന്ന് വിളിക്കുക. അത് ഇന്ന സ്ഥാനം അലങ്കരിക്കുക എന്നല്ല, ഏത് സ്ഥാനത്തും സുഹൃത്ത് ബന്ധം, ഏത് ബന്ധത്തിലെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തത്. കാരണം നമ്മുടെ സങ്കടങ്ങൾ കേട്ടുന്നതിനൊപ്പം തന്നെ നമ്മുടെ സങ്കടത്തിലും സന്തോഷത്തിലും നമ്മളെപ്പോലെ തന്നെ പെരുമാറുന്നൊരു വ്യക്തി. അങ്ങനെ ആരെങ്കിലൊക്കെ ആരുടെങ്കിലൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന് ഉറപ്പായിട്ട് പറയാം, അല്ലേ? അതോടൊപ്പാണ്. അങ്ങനെ അല്ലാണ്ട് നമുക്ക് പോയിട്ട് എല്ലാവരോടും പോയിട്ട് നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ നമ്മളൊരു പരിഹാസ കഥാപാത്രമാണ്. ആദ്യം സഹതാപാവും, പിന്നെ അതൊരു വലിയൊരു അയ്യോ ആണോ എന്നൊക്കെ പറയുന്നു, പിന്നെ അതൊരു പിന്നെ ഏത് നേരം ഒരു സങ്കടം ആരോടും പോയിട്ട് ഒരിക്കലും പറയാൻ പാടില്ല. അതിനാണ് പറയണത് എന്നും നെഗറ്റീവ് മാത്രം പറയാതെ. ജനങ്ങളെ നെഗറ്റീവ് എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ വാക്കാരനെ അറിയോ?
ഏത് നേരം സങ്കടം പങ്കുവെക്കാൻ വേണ്ടി മാത്രം ഒരാളുടെ വീടിൻ്റെ ബെല്ലടിച്ച് പോകുന്ന ആൾക്കാരെ. കാരണം അവർ പറയും ഏതാ ബസ് കയറി എൻ്റെ ഒരു സങ്കടം പറയും ദൂരത്ത് നിന്ന് നോക്കിയിട്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയണത്? അത് എപ്പോൾ വന്നാലും പ്രാരബ്ധമാണ് പറയുക. അപ്പോൾ എന്തായി ആ വ്യക്തികൾ പറയുമ്പോൾ പറയും ഞാനിവിടെ ഇല്ല എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അയക്കും. കടം ചോദിക്കൊന്നും വേണ്ട, സങ്കടം പകർന്നു കൊടുക്കാൻ വന്നാലും ചിലരങ്ങനെ പറയും. അതിൻ്റെ പകരം നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ ഉൾക്കൊള്ളാനും അത് പങ്കിടാനും നിങ്ങൾ പറയുന്ന സങ്കടം എത്ര വലിയ സങ്കടമാണ് ആ സങ്കടത്തിനൊരു പരിഹാരം കാണാനും ആ സങ്കടത്തിനൊപ്പം സങ്കടപ്പെടാനും നിങ്ങളുടെ 2 കണ്ണുകൾക്കൊപ്പം വേറെ 2 കണ്ണുകളും കൂടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒപ്പം വേറൊരു ഹൃദയം കൂടി ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000-ൽ ഒരാളായി മാറും നിങ്ങൾ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്ത് സ്വത്ത് പണയം വയ്ക്കുക, സ്വർണം പണയം വയ്ക്കുക, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. എപ്പോൾ വേണമെങ്കിലും പണയം വയ്ക്കുക. ഒരിക്കലും അഭിമാനം മാത്രം പണയം വയ്ക്കരുത്. ഒരിക്കൽ പണയം വെച്ചാൽ നിങ്ങളുടെ മരണം വരെയും നിങ്ങൾ എത്ര ഉയരങ്ങളിലെത്തിയാലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചില രഹസ്യങ്ങൾ എന്ന് രഹസ്യമായിരിക്കണം. ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചില രഹസ്യങ്ങൾ ആരോടും വെളിപ്പെടുത്താൻ പാടില്ല. കാരണം അത് നിന്നെ തന്നെ നീ കൊല്ലുന്നതിന് തുല്യമാണ്. നീ വിചാരിക്കും എൻ്റെ എല്ലാ സങ്കടങ്ങളും പറയുമ്പോൾ ഞാൻ മഹാനായി മാറുന്നു. അല്ല, നീ ഒരു കോമാളിയായി മാറും. ചില സങ്കടങ്ങൾ മനസ്സിൽ ഒതുക്കി വെക്കാനും ചില സങ്കടങ്ങൾ ദൈവത്തോട് മാത്രം പറയാനും ഉള്ളതാണെന്നുള്ള ഒരു സത്യത്തെ, നിത്യസത്യത്തെ ജനം എന്നും മനസ്സിലാക്കണം. കാരണം അതിനാണ് കാണാമറയത്ത് ഏതാന്ന് രൂപം അറിയാത്ത ഒരേ ഒരു ഭഗവാൻ എന്ന് നമ്മൾ വിളിക്കുന്ന, അനേകം നാമങ്ങൾ വിളിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ ദൈവത്തിന് മാത്രം സത്യസന്ധമായ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെ ഇല്ലാണ്ടാക്കാൻ കഴിയൂ. അങ്ങനെ ദൈവതുല്യരായ ചിലരുണ്ട് എന്ന് ഉറപ്പാണ്. ഉണ്ട് എന്ന് പറയുന്ന ആളെന്നെ തലയാട്ട സ്ഥിതിക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിലരുണ്ടാവും. അവരോട് മാത്രം ദുഃഖങ്ങൾ പങ്കുവെക്കുക. അവർ എന്നും ദൈവതുല്യരായിരിക്കും. ദൈവത്തിനെ പോലെ ചില മനുഷ്യരായിരിക്കും. നമ്മൾ പറയില്ല 1000-ലോ 1,00,000-ലോ എവിടെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരേ ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ എന്നും അഭിമാനം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കട്ടെ. അത് എന്നും പണയം വയ്ക്കാണ്ടിരിക്കാം. അതാണ് 1 ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കറി, ഇപ്പൊ ഇന്നത്തെ കറി കുറച്ച് മീനൊക്കെ ഇരിക്കുന്നുണ്ട്, അതിന്റെ കൂടെ സൈഡായിട്ട് ഇത് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഇവരൊന്നും കഴിച്ചില്ലെങ്കിലും എനിക്ക് കഴിക്കാമല്ലോ. പറയും നീ കഴിക്കില്ല. ഞാനൊന്ന് നുള്ളി നോക്കാറുണ്ടല്ലോ, കുറേശ്ശൊക്കെ കഴിച്ചു നോക്കാറുണ്ടല്ലോ. കാര്യമില്ലല്ലോ, ഇതൊക്കെ ഞാൻ തന്നെ കഴിക്കണം. അമ്മ ഉണ്ടാക്കുന്ന കണ്ടത് അമ്മയ്ക്ക് മാത്രം ഉണ്ടാക്കി അത്രേ ഉണ്ടാക്കുള്ളൂ. കാരണം ചിലപ്പോ ഞാൻ തന്നെ കഴിക്കേണ്ടി വരേ. എത്ര കഴിക്കാൻ പറ്റും മനുഷ്യന്? അപ്പോൾ അമ്മ ഒരു സത്യം വെളിപ്പെടുത്തി. നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എല്ലാ പച്ചക്കറിയും നന്നായി ആസ്വദിച്ച് പല പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കണതുകൊണ്ട് മാത്രമാണ്. നിങ്ങളെപ്പോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ഇഷ്ടപ്പെടാത്തൊക്കെ ബാക്കി വെച്ച് ഇതൊന്നും കഴിക്കാനില്ലാത്ത വസ്തുക്കളാണെന്ന് ബാക്കി വെക്കുന്ന പോലെ അല്ല. എൻ്റെ ഈ വയസ്സിൽ എൻ്റെ ഈ ആരോഗ്യം സൗന്ദര്യവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ കഴിക്കണം. അതെ, അതല്ല എന്താ പറയുക, ഈ പച്ചക്കറി കൂടുതൽ എത്ര കുറച്ച് വെച്ചാലും ഞാൻ മാത്രം കഴിക്കുന്ന കാരണം ബാക്കിയുണ്ടാവും. അപ്പൊ ഞാനെന്ത് ചെയ്യാം, ഒരു ഇത്തിരി ചോറെടുക്കും, ഈ പച്ചക്കറി കൂടുതൽ വെച്ചിട്ട് അങ്ങനെ വയറ് നിറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ കഴിക്കും. അല്ലാണ്ട് ഇത് വേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇവര് എനിക്ക് എൻ്റെ ഇടയ്ക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. തെറ്റിദ്ധരിക്കുമോ? ചീത്ത പറയില്ലല്ലോ? ആ തലക്കെട്ടിന് സാരിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. വേറെ തോർത്ത് ആ കുറിക്കും സാരിക്കും ഒരു മാച്ചിങ് ഉണ്ടോ? ഒന്നും ഒളിച്ചു വെക്കാത്തൊരു ചെക്കൻ. എന്താടാ അത് വീഡിയോ പിടിക്കണൊക്കെ ഇത്ര നിറം കുറവുണ്ട് പറഞ്ഞ? അല്ല, ഒരു നിറം കുറവുണ്ടല്ലോ വീഡിയോ എന്ന് പറഞ്ഞു. അതിന് അല്ല, ഇന്നമ്മ മൂക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നിൽക്കുക ഞെരണ്ട തന്നെ ചെയ്തോ? വലിയ കുഴപ്പമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. എനിക്ക് എൻ്റെ എത്ര വയസ്സ് പറയാൻ പാടില്ല, എത്ര വയസ്സായാലും സ്ത്രീകളുടെ വയസ്സ് ഒരിക്കലും പറയാൻ പാടില്ല. എന്നാലും എൻ്റെ വയസ്സാകുമ്പോൾ എൻ്റെ കാൽഭാഗം സൗന്ദര്യം നിനക്ക് ഉണ്ടാവും, ഞാൻ നോക്കട്ടാ അല്ലേ? എല്ലാം നീ തന്നെ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഉപ്പേരി കൂട്ടി കഴിക്കാൻ അമ്മ വിളിക്കുന്നില്ലേ? വിളിക്കോ? വാശിയാണ് അമ്മക്ക്. ഈ മെഴുക്ക് വരട്ടി കൂട്ടിയിട്ട് നിങ്ങൾ ഊണ് കഴിക്കാൻ വരും. ഇത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് മീനൊക്കെ തരാം കേട്ടോ. ഈ ഉമ്മ വെക്കുമ്പോ അവർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വെച്ച് അതൊരു കാര്യം അമ്മ ചെയ്യും. ആര് വന്നാലും എത്ര പെട്ടെന്ന് പാചകം ചെയ്യാൻ പറ്റും അത്ര പെട്ടെന്ന്. ഇതൊന്നും അല്ല, എത്ര ഐറ്റം വേണമെന്ന് ചെയ്യുക, അതിൽ സന്തോഷമുള്ളൂ. നിങ്ങളവിടെ ഇത്തിരി നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 4 ഐറ്റം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അതിലൊന്നും എനിക്കൊരു സംശയമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് നമ്മുടെ കുടുംബക്കാർ ചെറിയൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ വെക്കുമ്പോൾ ഒന്ന് മെല്ലെ വെക്കണത്, ചെവി പൊട്ടിപ്പോണ്ട് അത്ര ഉറക്കെയാണ് ഉമ്മ വയ്ക്കണത്.
ഇത് ആവശ്യമില്ലാണ്ട് പറയുന്നു. എന്റെ കുടുംബക്കാരങ്ങനെ ഒന്നും പറയില്ല. ഞാനല്ലേ കാണുന്നത് മെസ്സേജ്, നീ ഒന്നല്ലല്ലോ. നീ എങ്ങനെയാ പറയുന്നത്? ഒറ്റ കൊടുത്തു, ഇനി വേറെ രക്ഷയില്ല. അപ്പൊ വിളിക്കില്ലേ, മറന്നു വിളിച്ചു. അപ്പൊ ഈ മെഴുക്ക് വരട്ടി, ഇതിന്റെ കൂടെ നല്ല തൈരുണ്ട്, പിന്നെ ഇന്നത്തെ സാമ്പാറുണ്ട്, പിന്നെ ഇന്ന് ഇഡ്ഡലിക്ക് വെച്ച തക്കാളി പരിപ്പും കൂടിയിട്ടുള്ള ഒരു കറിയുണ്ട്. കറിയല്ല, സാമ്പാറൊന്നല്ല, വെറുതെ അതിട്ടിട്ട് വെച്ചത്. പിന്നെ മീൻ വറുത്തത് തരാം. പിന്നെ നിങ്ങക്ക് വേണമെങ്കിൽ മീനും ഞാൻ വെച്ച് തരാം, ഫ്രിഡ്ജിലുണ്ട് കേട്ടാ. അപ്പൊ ഓക്കേ, ബൈ.